ആകുന്നത് അല്ലെങ്കിൽ ആയിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത്. ആവാൻ അല്ലെങ്കിൽ ആയിരിക്കാൻ എന്ന മീനിങ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടു ബി യൂസ് ചെയ്യും. ബീയിങ് ബിയുടെ ING ഫോമാണ്, ടു ബി ബിയുടെ ഇൻഫിനിറ്റീവ് ഫോമാണ്, ടു ഇൻഫിനിറ്റീവ് ആണ്. എല്ലാ വേർബ്സിനും ING ഫോം ഉള്ളതുപോലെ തന്നെ എല്ലാ വേർബ്സിനും ടു ഇൻഫിനിറ്റീവ്സും ഉണ്ട്. ചില വേർബ്സിന് ശേഷം, നൗൺസിന് ശേഷം, അജക്റ്റീവ്സിന് ശേഷം നമുക്ക് ബീയിങ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ടു ബി ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കണം എന്നത് നമ്മുടെ ചോയ്സാണ്, മീനിങ്ങിൽ ഡിഫറൻസ് വരില്ല. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ചില വേർബ്സിന് ശേഷം നമ്മൾ ING ഫോം തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ ബീയിങ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ടു ബി ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ വേറെ ചില വേർബ്സിന് ശേഷം അല്ലെങ്കിൽ അജക്റ്റീവ്സിന് ശേഷം നമുക്ക് ഇൻഫിനിറ്റീവ് വേണം യൂസ് ചെയ്യാൻ. അത്തരം വേർബ്സിന് അല്ലെങ്കിൽ അജക്റ്റീവ്സിന് ശേഷം നമുക്ക് ടു ബി ഉപയോഗിക്കാം, പക്ഷേ ബീയിങ് ഉപയോഗിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ബീയിങ് എവിടെ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം അതാണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ ടു ബി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സെൻറ്റൻസ് പാറ്റേൺസ് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ലെസൺ വളരെ നന്നായി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലെസൺ കൂടി കാണേണ്ടതാണ്. കഴിഞ്ഞ ലെസൺ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണും. കാരണം ടു ബിയും ബീയിങ്ങും പലതരത്തിലും റിലേറ്റഡ് ആണ്. ഒന്ന് കറക്റ്റായി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റതിൻ്റെ യൂസ് കൂടി അറിയേണ്ട ആവശ്യമുണ്ട്. ഈ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആയിരിക്കും. ഇന്നത്തെ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസൻ്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. വളരെ സമ്പന്നയാണെങ്കിലും അവൾ വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. വളരെ സമ്പന്നയാണെങ്കിലും നമുക്ക് ഡെസ്പൈറ്റ് ബീയിങ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് എന്ന് പറയാം. ഡെസ്പൈറ്റ് ബീയിങ് വെരി റിച്ച്, വളരെ സമ്പന്നയാണെങ്കിലും അവൾ വളരെ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. ഷീ ലീഡ്സ് എ സിമ്പിൾ ലൈഫ്, അല്ലെങ്കിൽ ഷീ ലിവ്സ് എ സിമ്പിൾ ലൈഫ്. എ സിമ്പിൾ ലൈഫ്, സിമ്പിൾ ലൈഫ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് എ എന്ന ആർട്ടിക്കിൾ കൂടി യൂസ് ചെയ്യേണ്ടതുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് വെരി റിച്ച് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ബീയിങ് വെരി റിച്ച് ഷീ ലീഡ്സ് എ സിമ്പിൾ ലൈഫ്. ഇത് തന്നെ ദോ ഉപയോഗിച്ച് നമുക്ക് പറയാം. ദോ ഷീ ഈസ് വെരി റിച്ച് ഷീ ലീഡ്സ് എ സിമ്പിൾ ലൈഫ്. ദോ കൺജങ്ഷൻ ആണ്, അതിനുശേഷം പിന്നെ ക്ലോസ് ആണ് വരിക, അതായത് സബ്ജക്റ്റും വെർബും എല്ലാം ഉണ്ടാവും. ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും പ്രിപ്പോസിഷൻസ് ആണ്. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നത് നൗണോ പ്രൊനൗണോ ING ഫോമോ ആണ്. നീ എന്തുകൊണ്ടാണ് ഇത്ര അക്ഷമയോടെ പെരുമാറുന്നത്? ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ ഒരാൾ വളരെ ഇംപേഷ്യൻ്റായി പെരുമാറുന്നു, അതിനെക്കുറിച്ചാണ് ചോദ്യം. വൈ ആർ യു സോ ഇംപേഷ്യൻ്റ് അല്ല, വൈ ആർ യു ബീയിങ് സോ ഇംപേഷ്യൻ്റ്. വൈ ആർ യു സോ ഇംപേഷ്യൻ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് അയാളുടെ സ്ഥിരമായ സ്വഭാവമാണ്. എപ്പോഴും അയാൾ ഇംപേഷ്യൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നാണ് അതിനർത്ഥം. ഇതങ്ങനെയല്ല, ഇപ്പോൾ ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇംപേഷ്യൻ്റായി പെരുമാറുന്നത്? ഈ ഒരു കാര്യം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബീയിങ് പ്ലസ് അജക്റ്റീവ് ആണ്. വൈ ആർ യു ബീയിങ് സോ ഇംപേഷ്യൻ്റ്, നീ എന്തുകൊണ്ടാണ് ഇത്ര അക്ഷമയോടുകൂടി പെരുമാറുന്നത്? വൈ ആർ യു ബീയിങ് ഇംപേഷ്യൻ്റ്. സോ ഇവിടെ ഇംപേഷ്യൻ്റ് എന്ന അജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനായി ഉപയോഗിക്കുന്ന അഡ്വർബാണ് ഇത്ര അക്ഷമയോടെ എന്നൊരു മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സോ ഉപയോഗിക്കുന്നത്. അതിവിടെ ഒരു ഡിഗ്രി അഡ്വർബായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈ ആർ യു ബീയിങ് സോ ഇംപേഷ്യൻ്റ്, നീ സാധാരണ അങ്ങനെയല്ലല്ലോ. യു ആർ ഇൻ യൂഷ്വലി ലൈക്ക് ദാറ്റ്. യു ആർ ഇൻ യൂഷ്വലി ലൈക്ക് ദാറ്റ്, സാധാരണ ഇങ്ങനെ പെരുമാറുന്ന ആളല്ലല്ലോ, ഇപ്പം എന്താണ് ഇത്ര ക്ഷമയില്ലാതെ പെരുമാറുന്നത്? സമ്പന്നനായിരുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയണമെന്നില്ല. സമ്പന്നനായിരുന്നത് കൊണ്ട് മാത്രം, ബീയിങ് റിച്ച് എലോൺ, മാത്രം എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളവിടെ എലോൺ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബീയിങ് റിച്ച്, അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയണമെന്നില്ല. ബീയിങ് റിച്ച് എലോൺ ഡസൻ നെസസറിലി മേക്ക് വൺ ഹാപ്പി. ബീയിങ് റിച്ച് എലോൺ ഡസൻ നെസസറിലി മേക്ക് വൺ ഹാപ്പി. എലോൺ ഇവിടെ മാത്രം എന്നൊരു മീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതില്ലെങ്കിലും ഈ സെൻറ്റൻസ് കറക്റ്റ് ആണ്. ബീയിങ് റിച്ച് ഡസൻ നെസസറിലി മേക്ക് വൺ ഹാപ്പി. നെസസറിലിയുടെ യൂസ് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കാര്യം അങ്ങനെ സംഭവിക്കണമെന്നില്ല, അങ്ങനെ തന്നെ ആവണമെന്നില്ല. ആ ഒരു മീനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്വർബാണിത്. മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ക്ലോസസിലാണ്. ബീയിങ് റിച്ച് ഡസൻ നെസസറിലി മേക്ക് വൺ ഹാപ്പി. ബീയിങ് റിച്ച് ഡസൻ മേക്ക് വൺ ഹാപ്പി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? സമ്പന്നയാവുന്നത് അല്ലെങ്കിൽ സമ്പന്നനാവുന്നത് ഒരാളെ ഹാപ്പി ആക്കുന്നില്ല. അത് നമ്മളൊരു ഫാക്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്കത് അത്ര ഉറപ്പോടു കൂടി പറയാൻ സാധിക്കുന്ന കാര്യമല്ല. സമ്പന്നരും ഹാപ്പിയായി ഇരിക്കാറുണ്ട്, സമ്പന്നരല്ലാത്തവരും ഹാപ്പിയായി ഇരിക്കാറുണ്ട്. നമുക്കിവിടെ പറയേണ്ടത് ആവണമെന്നില്ല എന്നാണ്, ആയിരിക്കാൻ കഴിയണമെന്നില്ല. ആ ഒരു മീനിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ ഡസൻറ്റിന് പകരം ഡസൻ നെസസറിലി എന്ന് പറയുന്നത്. ബീയിങ് റിച്ച് ഡസൻ മേക്ക് വൺ ഹാപ്പി, സമ്പന്നയാവുന്നത് അല്ലെങ്കിൽ സമ്പന്നനാവുന്ന ഒരാളെ ഹാപ്പി ആക്കുന്നില്ല. ബീയിങ് റിച്ച് ഡസൻ നെസസറിലി മേക്ക് വൺ ഹാപ്പി, അങ്ങനെ സമ്പന്നനാവുന്നത് ഒരാളെ ഹാപ്പി ആക്കണമെന്നില്ല, അത് സംഭവിക്കണമെന്നില്ല. സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കണമെന്നില്ല. ആ മീനിങ് കിട്ടാനാണ് നമ്മളിവിടെ നെസസറിലി യൂസ് ചെയ്യുന്നത്. ബീയിങ് റിച്ച് ഡസൻ നെസസറിലി മേക്ക് വൺ ഹാപ്പി. നെസസറിലിയുടെ യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2-3 എക്സാമ്പിൾസ് കൂടി നോക്കാം.
ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഹോളിഡേയ്സ് ആർ ഇൻ നെസസറിലി ദ ബെസ്റ്റ്. ഏറ്റവും ചെലവ് പിടിച്ച ഹോളിഡേയ്സ് ആവണമെന്നില്ല ഏറ്റവും നല്ല ഹോളിഡേയ്സ്. ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഹോളിഡേയ്സ് ആർ ഇൻ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോഴെന്താ അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കില്ല. ചില എക്സ്പെൻസീവ് ഹോളിഡേയ്സും നല്ലതാവാറുണ്ട്. നമുക്കിവിടെ അങ്ങനെ ആവണമെന്നില്ല എന്നാണ് പറയേണ്ടത്. അല്ല എന്നല്ല, ആവണമെന്നില്ല. അതിനാണ് ആർ ഇൻ നെസസറിലി എന്ന് പറയുന്നത്. ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഹോളിഡേയ്സ് ആർ ഇൻ നെസസറിലി ദ ബെസ്റ്റ്. ഏറ്റവും ചിലവേറിയ ഹോളിഡേയ്സ് ആവണമെന്നില്ല ഏറ്റവും നല്ലത്. എ ഹയർ പ്രൈസ് ഡസൻ നെസസറിലി മീൻ ബെറ്റർ ക്വാളിറ്റി. ഒരു സാധനത്തിൻ്റെ വില കൂടിയതുകൊണ്ട് മാത്രം അതിൻ്റെ ക്വാളിറ്റി നല്ലതാവണമെന്നില്ല. എ ഹയർ പ്രൈസ് ഡസൻ മീൻ ബെറ്റർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വില കൂടിയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാണ് അർത്ഥം, നല്ല ക്വാളിറ്റി ഇല്ല എന്നാണ് അർത്ഥം. ഇതങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അതിനുവേണ്ടിയാണ് ഡസൻ നെസസറിലി എന്ന് പറയുന്നത്. നെസസറിലി അഡ്വർബാണ്. പൊതുവേ നമ്മളതിങ്ങനെ ഒരു നെഗറ്റീവ് വെർബിന് ശേഷമാണ് യൂസ് ചെയ്യുക. എ ഹയർ പ്രൈസ് ഡസൻ നെസസറിലി മീൻ ബെറ്റർ ക്വാളിറ്റി. ഷീ വോണ്ട് ബി ദർ. അവൾ അവിടെ ഉണ്ടാവില്ല. ഷീ വോണ്ട് നെസസറിലി ബി ദർ. അവൾ അവിടെ ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നല്ല ഈ സെന്റൻസിന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഷീ ഡസൻ ഹാവ് ടു ബി ദർ എന്നാണ്. അവൾ അവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഷീ ഡസൻ നീഡ് ടു ബി ദർ. അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഇവിടെ നമ്മൾ ആവശ്യമില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ അവിടെ ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. ഷീ വോണ്ട് നെസസറിലി ബി ദർ. ഷീ വോണ്ട് ബി ദർ എന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല. ഷീ വോണ്ട് നെസസറിലി ബി ദർ എന്ന് പറയുമ്പോൾ ഉണ്ടാവണമെന്നില്ല. നല്ല ഉയരം ഉണ്ടാവുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസർ പലർക്കും തെറ്റിയതുപോലെ തോന്നി. നല്ല ഉയരം ഉണ്ടാവുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മൾ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദർ ഉപയോഗിച്ചാണ്. ആക്ച്വലി ഇത് ക്വസ്റ്റ്യൻ ആയത് കാരണം ആർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ദർ വരുന്നുണ്ട്. ആർ ദർ ഒരുപാട് പ്രയോജനങ്ങൾ, മെനി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെനി അഡ്വാൻറ്റേജസ് ടു ബീയിങ് ടോൾഡ്. കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞതാണ് ദർ ഉപയോഗിച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുക അഡ്വാൻറ്റേജസ് ടു അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ടു, മെറിറ്റ്സ് ടു അതെല്ലാമാണ്. ടു ആണ് നമ്മളോട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ. അതിനുശേഷം നമുക്ക് ING ഫോമും ഉപയോഗിക്കേണ്ടി വരും. ആർ ദർ മെനി ബെനിഫിറ്റ്സ് ടു ബീയിങ് ടോൾഡ്. ഉയരം ഉള്ളതിന്, നല്ല ഉയരം ഉണ്ടാവുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇനി നല്ല ഉയരം ഉണ്ടാവുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് എന്ന് തന്നെയാണ് പറയുക. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബീയിങ് ടോൾഡ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് ടോൾഡ്. ദർ ഉപയോഗിച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ബെനിഫിറ്റ്സ് ടു പ്ലസ് ING ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ടു പ്ലസ് ING ഉപയോഗിക്കുന്നത്. അംഗീകരിക്കപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കിവിടെ അപ്രീഷിയേറ്റ് എന്ന വെർബ് യൂസ് ചെയ്യാം. ആക്സെപ്റ്റ് എന്ന വെർബ് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. എവരിബഡി ലവ്സ് അല്ലെങ്കിൽ എവരിബഡി എൻജോയ്സ് ബീയിങ് അപ്രീഷിയേറ്റഡ്. അംഗീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബീയിങ് ആക്സെപ്റ്റഡ്, സ്വീകരിക്കപ്പെടുന്നത്, അത് എല്ലാവർക്കും ഇഷ്ടമാണ്. എവരിബഡി ലവ്സ് ബീയിങ് അപ്രീഷിയേറ്റഡ്. എന്നോട് പരുഷമായി പെരുമാറുന്നത് നിർത്ത്. സ്റ്റോപ്പ് ബീയിങ് റൂഡ് ടു മീ. ഞാൻ ഈ പെരുമാറ്റം സമ്മതിച്ചു തരില്ല. ഐ വോണ്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ എന്ന് പറയാം. ഐ വോണ്ട് ടേക്ക് ഇറ്റ് എന്ന് പറയാം. ഐ വോണ്ട് ആക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയാം. ഐ വോണ്ട് ടോളറേറ്റ് ദിസ് ബിഹേവിയർ. ഞാൻ ഈ പെരുമാറ്റം സമ്മതിച്ചു തരില്ല. ഇനി ഇന്നത്തെ ലെസൺ. അവൻ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു. വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആവാൻ ആഗ്രഹിക്കുന്നു. ഹി വോണ്ട്സ് ടു ബി എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു. ആവാൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ടു ബി യൂസ് ചെയ്യുന്നത്. ആയത്, ആയിരിക്കുന്നത്, ഈ മീനിങ്സ് വേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ബീയിങ് ഉപയോഗിക്കുന്നത്. ഹി വാണ്ട്സ് ടു ബി എ ഡോക്ടർ. ചില വേർബ്സിന് ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് ടു ഇൻഫിനിറ്റീവ് തന്നെ ഉപയോഗിക്കണം, ചിലതിന് ശേഷം ING ഫോം തന്നെ ഉപയോഗിക്കണമെന്ന്. വാണ്ട് അതുപോലൊരു വെർബാണ്. അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് തന്നെ യൂസ് ചെയ്യണം. നമുക്കിവിടെ ഹി വാണ്ട്സ് ബീയിങ് എ ഡോക്ടർ എന്ന് പറയാനുള്ള ഓപ്ഷനേ ഇല്ല. ഹി വാണ്ട്സ് ടു ബി എ ഡോക്ടർ. ഞാനൊരു ടീച്ചർ ആവാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ടു ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആവാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പം ഞാനൊരു ടീച്ചർ അല്ല എങ്കിലാണ് നമ്മളിത് പറയാം. ഞാൻ ഇപ്പോഴേ ഒരു ടീച്ചർ ആണെന്ന് കരുതുക. അങ്ങനെയാവുമ്പോൾ പിന്നെ ഞാൻ ആവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയില്ല. ഇപ്പോൾ ടീച്ചർ അല്ലാത്ത ഒരാളാണിത് പറയുന്നത്. ഐ ലൈക്ക് ടു ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആവാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇപ്പോഴേ ഒരു ടീച്ചർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം ഐ ലൈക്ക് ടു ബി എ ടീച്ചർ എന്നല്ല, ഐ ലൈക്ക് ബീയിങ് എ ടീച്ചർ എന്നാണ്. ഞാനൊരു ടീച്ചർ ആണെന്നത് ഇഷ്ടപ്പെടുന്നു. അതായത് ഞാൻ ഓൾറെഡി ഒരു ടീച്ചറാണ്. ആ ഒരു പ്രൊഫഷൻ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ടീച്ചറാണ് എന്ന ആ ഫാക്റ്റ് എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ബീയിങ് എ ടീച്ചർ. ഇവിടെ ടു ബി എന്ന് പറയരുത്. ലൈക്കിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാൻ സാധിക്കും, ING ഫോമും യൂസ് ചെയ്യാൻ സാധിക്കും. ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും മീനിങ്ങിൽ ഒരു ഡിഫറൻസും വരില്ല. ഐ ലൈക്ക് റീഡിങ് എന്ന് പറഞ്ഞാലും ഐ ലൈക്ക് ടു റീഡ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്. പക്ഷെ നിലവിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ ബീയിങ് വേണം ഉപയോഗിക്കും. നിലവിലില്ലാത്ത, ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് അല്ലെങ്കിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ ടു ബി വേണം ഉപയോഗിക്കാം.
ഐ ലൈക്ക് ടു ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ബീയിങ് എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആണ് എന്ന ആ റിയാലിറ്റി ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓൾറെഡി ടീച്ചർ ആയ ഒരാളാണ് ഇങ്ങനെ പറയാ, ഐ ലൈക്ക് ബീയിങ് എ ടീച്ചർ എന്ന് പറയാം. ഇപ്പോൾ ടീച്ചർ അല്ലാത്ത ഭാവിയിൽ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഐ ലൈക്ക് ടു ബി എ ടീച്ചർ എന്ന് പറയാം. പൊതുവെ ആക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ടു ബിയും ബീയിങ്ങും ലൈക്ക്, ലവ്, ഹെയ്റ്റ്, പ്രിഫർ ഇതിനെല്ലാം ശേഷം നമുക്ക് ഉപയോഗിക്കാം. മീനിങ്ങിൽ ഡിഫറൻസ് വരില്ല. പക്ഷെ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി നിലവിലുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ബീയിങ് ഉപയോഗിക്കുക. ഭാവിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ടു ബി ഉപയോഗിക്കുക. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നിന്റെ കൂടെയാവുന്നത്, നിന്റെ കൂടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. നമുക്കിഷ്ടമുള്ള ഒരാളിൻ്റെ കൂടെയാണ് നമ്മൾ ഓൾറെഡി ഇരിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം, ഐ ലൈക്ക് ബീയിങ് വിത്ത് യു. നിന്റെ കൂടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. നമ്മുടെ കൂടെ അവരിപ്പോഴുണ്ട്, നമ്മൾ അവരുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഐ ലൈക്ക് ബീയിങ് വിത്ത് യു നിലവിലുള്ള സിറ്റുവേഷനാണ്, അതുകൊണ്ട് നമ്മളിവിടെ ബീയിങ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഐ ലൈക്ക് ബീയിങ് വിത്ത് യു എന്നും പറയാം, ഐ എൻജോയ് ബീയിങ് വിത്ത് യു എന്നും പറയാം. നിന്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിലവിലുള്ള സിറ്റുവേഷനാണ്, ഓൾറെഡി ഞാൻ നിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളൊരാളുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നു എന്ന് കരുതാം, പക്ഷെ അവർ നമ്മുടെ കൂടെയില്ല, കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് ബീയിങ് ഉപയോഗിക്കരുത്, ടു ബി വേണം പറയാൻ. നിന്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു ബി വിത്ത് യു. ഇപ്പം അങ്ങനെയല്ല, പക്ഷെ ആവാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് ടു ബി വിത്ത് യു. നിന്റെ കൂടെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എൻജോയ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. എൻജോയ് എന്ന വെർബിന് ശേഷം എല്ലായ്പ്പോഴും ING ഫോം തന്നെയേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഐ എൻജോയ് ബീയിങ് വിത്ത് യു എന്ന് പറയുമ്പോൾ നിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, അത് ഞാൻ ആസ്വദിക്കുന്നു എന്നാണ്. നിന്റെ കൂടെ ഭാവിയിൽ ഇരിക്കുന്നത് ഞാൻ ആസ്വദിക്കും എന്ന് പറയാൻ ഐ എൻജോയ് ടു ബി വിത്ത് യു എന്ന് പറയാൻ സാധിക്കില്ല. എൻജോയ്ക്ക് ശേഷം എല്ലായ്പ്പോഴും ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. പക്ഷെ ലൈക്കിന് ശേഷം നമുക്ക് ING ഫോമും യൂസ് ചെയ്യാൻ സാധിക്കും, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. മീനിങ്ങിൽ ഇങ്ങനെ ചില ഡിഫറൻസ് ഉണ്ട്. നിലവിലുള്ള സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ ബീയിങ് ഉപയോഗിക്കുക. ആഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, ആവാൻ എന്ന് പറയുമ്പോൾ ടു ബി ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് വാണ്ട് എന്ന വെർബ് ഉപയോഗിക്കാം. ഐ വാണ്ട് ടു ബി വിത്ത് യു. ഞാൻ നിന്റെ കൂടെയാവാൻ, നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അങ്ങനെയല്ല ഇരിക്കുന്നത്, പക്ഷെ അത് ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബി വിത്ത് യു. ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്നത് നീ ആസ്വദിക്കുന്നുണ്ടോ, എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരു സ്റ്റുഡൻറ്റിനോടാണ് ഈ ചോദ്യം. ഡു യു എൻജോയ് ബീയിങ് എ സ്റ്റുഡൻറ്റ്? ഡു യു എൻജോയ് അല്ലെങ്കിൽ ഡു യു ലൈക്ക് ബീയിങ് എ സ്റ്റുഡൻറ്റ്? ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്നത്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അത് നീ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഡു യു ലൈക്ക് ബീയിങ് എ സ്റ്റുഡൻറ്റ്? ഡു യു എൻജോയ് ബീയിങ് എ സ്റ്റുഡൻറ്റ്? ഇനി ഒരു വിദ്യാർത്ഥി അല്ലാത്ത ഒരാളിൻ്റെ അടുത്ത് പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ ടു ബി ഉപയോഗിക്കുക. ഡു യു ലൈക്ക് ടു ബി എ സ്റ്റുഡൻറ്റ്? ഡു യു ലൈക്ക് ടു ബി എ ഡോക്ടർ? ഒരു ഡോക്ടർ ആവാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡു യു ലൈക്ക് ടു ബി എൻ ആക്ടർ? ഒരു ആക്ടർ ആവാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിലവിൽ അങ്ങനെയല്ല, ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു ലൈക്ക് ടു ബി എ സ്റ്റുഡൻറ്റ്? ഡു യു ലൈക്ക് ബീയിങ് ഫേമസ്? വളരെ പ്രശസ്തനായ ഒരാളോട് അല്ലെങ്കിൽ പ്രശസ്തയായ ഒരാളോട് ചോദിക്കുന്നതാണ്. പ്രശസ്തനായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രശസ്തയായിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, ആസ്വദിക്കുന്നുണ്ടോ? ഡു യു ലൈക്ക് ബീയിങ് ഫേമസ്? ഇപ്പം പ്രശസ്തനല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രശസ്തനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ടു ബി വേണം ഉപയോഗിക്കാൻ. ഡു യു ലൈക്ക് ടു ബി ഫേമസ്? നീ പ്രശസ്തനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു ലൈക്ക് ടു ബി ഫേമസ്? ആവാൻ, ടു ബിയുടെ അർത്ഥം ആവാൻ എന്നാണ്. ബീയിങ്ങിന് ആയത്, ആണെന്നത്, ആവുന്നത്, ആ മീനിങ് എല്ലാമാണ് ഉള്ളത്. ടു ബിയുടെ മീനിങ് ആവാൻ എന്നാണ്. ഡു യു ലൈക്ക് ടു ബി ഫേമസ്? നീ പ്രശസ്തനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു ലൈക്ക് ബീയിങ് ഫേമസ്? പ്രശസ്തയാണെന്നത്, നിന്റെ പ്രശസ്തി നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രശസ്തയാണെന്ന ആ സിറ്റുവേഷൻ നീ എൻജോയ് ചെയ്യുന്നുണ്ടോ? പല വേർബ്സിന് ശേഷവും നമുക്ക് ടു ബി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. വൈകില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തു. പ്രോമിസ് അതുപോലൊരു വെർബാണ്. ഐ പ്രോമിസ് നോട്ട് ടു ബി ലേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ പ്രോമിസ് ടു നോട്ട് ബി ലേറ്റ് അല്ല, നോട്ട് ടു ബി ലേറ്റ്. ടൂവിന് മുന്നിൽ നോട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ടു ബിയുടെ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. ടൂവിനും ബിക്കും ഇടയിൽ നോട്ട് ഉപയോഗിക്കരുത്. ഐ പ്രോമിസ് നോട്ട് ടു ബി ലേറ്റ്. വൈകില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഈ ഫോട്ടോ കോപ്പിയർ പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു. ടു ബിക്ക് ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാം. ടു ബിക്ക് ശേഷം നമുക്ക് നൗൺസ് ഉപയോഗിക്കാം. ടു ബിക്ക് ശേഷം നമുക്ക് അഡ്ജക്റ്റീവ്സും യൂസ് ചെയ്യാം. ടു ബിക്ക് ശേഷം ING ഫോം വരുമ്പോൾ അതിന് ഒരു കണ്ടിന്യൂസ് ടെൻസിന്റെ അതേ മീനിങ് ആണ് വരുന്നത്. ഈ ഫോട്ടോ കോപ്പിയർ പ്രവർത്തിക്കുന്നില്ലെന്ന് തോന്നുന്നു. ദിസ് ഫോട്ടോ കോപ്പിയർ ഡസൻറ്റ് സീം ടു ബി വർക്കിംഗ്. ദിസ് ഫോട്ടോ കോപ്പിയർ ഡസൻറ്റ് സീം ടു ബി വർക്കിംഗ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ദിസ് ഫോട്ടോ കോപ്പിയർ ഈസ് ഇൻ വർക്കിംഗ്. It seems that this photocopier is in working. Is in working, present continuous.
അത് തന്നെയാണ് നമ്മളിവിടെ ടു ബി വർക്കിംഗ് എന്ന എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ദിസ് ഫോട്ടോ കോപ്പിയർ ഡസൻ സീം ടു ബി വർക്കിംഗ്, ഇതേ മീനിങ് തന്നെയാണ് ഇറ്റ് സീംസ് ദാറ്റ് ദിസ് ഫോട്ടോ കോപ്പിയർ ഈസ് ഇൻ വർക്കിംഗ് എന്ന് പറയുമ്പോഴും. ഇറ്റ് സീംസിന് ശേഷം എല്ലായ്പ്പോഴും ദാറ്റ് ക്ലോസ് ആണ് വരിക. ഇനി ഗ്രാമറിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് അതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അതിനകത്ത് ഒരു മെയിൻ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഇറ്റ് സീംസ് ആണ് മെയിൻ ക്ലോസ്, ദാറ്റ് ദ ഫോട്ടോ കോപ്പിയർ ഈസ് നോട്ട് വർക്കിംഗ് ആണ് ഇവിടുത്തെ സബോർഡിനേറ്റ് നൗൺ ക്ലോസ്. ഇങ്ങനെ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികം സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെൻറ്റൻസസിനെ ഗ്രാമറിൽ പറയുന്നത് കോംപ്ലക്സ് സെൻറ്റൻസസ് എന്നാണ്. ഒറ്റ ക്ലോസ് മാത്രമുള്ള സെൻറ്റൻസ് നമ്മൾ പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സെൻറ്റൻസ് അത് ആക്ച്വലി സിമ്പിൾ സെൻറ്റൻസ് ആണ്. കാരണം അതിനകത്ത് ഒറ്റ ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളൂ. ടു ബി വർക്കിംഗ് അത് ഇൻഫിനിറ്റീവ് ആണ്, അതിനെ നമുക്ക് ഫൈനൈറ്റ് വെർബായി കണക്കാക്കാൻ സാധിക്കില്ല. ആ സെൻറ്റൻസിലെ ഒരേ ഒരു വെർബ് ഡസൻ സീം ആണ്, അതുകൊണ്ട് അതിനകത്ത് ഒറ്റ ക്ലോസേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസും സെക്കൻഡ് സെൻറ്റൻസ് കോംപ്ലക്സ് സെൻറ്റൻസും ആണ്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പക്ഷേ സിമ്പിൾ സെൻറ്റൻസ് തന്നിട്ട് അതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോംപ്ലക്സ് സെൻറ്റൻസ് തന്നിട്ട് അതിനെ സിമ്പിൾ സെൻറ്റൻസ് ആക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടു ഇൻഫിനിറ്റീവിനെ ഒരു ദാറ്റ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ പലപ്പോഴും നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് കിട്ടും. അതുപോലെ തന്നെ ഒരു ദാറ്റ് ക്ലോസിനെ ഒരു ടു ഇൻഫിനിറ്റീവ് ആക്കി അല്ലെങ്കിൽ ഒരു ING ഫോം ആക്കി മാറ്റുമ്പോൾ നമുക്ക് സിമ്പിൾ സെൻറ്റൻസ് കിട്ടും. ദിസ് ഫോട്ടോ കോപ്പിയർ ഡസൻ സീം ടു ബി വർക്കിംഗ്, അല്ലെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ദ ഫോട്ടോ കോപ്പിയർ ഈസ് നോട്ട് വർക്കിംഗ്. ടു ബി പ്ലസ് INGക്ക് കണ്ടിന്യൂസ് ടെൻസസിന്റെ അതേ മീനിങ് തന്നെയാണ്. ഞാൻ തിരക്കിലാണെന്ന് ഭാവിച്ചു, എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഭാവിച്ചു, ഐ പ്രിറ്റൻഡഡ്. ടു ബി ബിസി, ഐ പ്രിറ്റൻഡഡ് ടു ബി ബിസി. ടു ബി പ്ലസ് അജക്റ്റീവ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഐ പ്രിറ്റൻഡഡ് ടു ബി ബിസി. ടു ബിക്ക് ശേഷം നമുക്ക് അജക്റ്റീവ് ഉപയോഗിക്കാം, ING ഫോം ഉപയോഗിക്കാം, നൗൺസ് ഉപയോഗിക്കാം. ഐ പ്രിറ്റൻഡഡ് ടു ബി ബിസി, ഇത് തന്നെ നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. അങ്ങനെയാകുമ്പോൾ എന്താ കിട്ടുക? ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് ബിസി. അപ്പോൾ ഇവിടെ ടു ബി ബിസി, ടു ബി പ്ലസ് അജക്റ്റീവിന് ഒരു സിമ്പിൾ സെൻറ്റൻസിന്റെ അതേ മീനിങ് തന്നെയാണ്. ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് ബിസി, ഞാൻ തിരക്കിലായിരുന്നു എന്ന് ഞാൻ ഭാവിച്ചു. ഞാൻ ജോലി ചെയ്യുകയാണെന്ന് ഭാവിച്ചു, ഐ പ്രിറ്റൻഡഡ് ടു ബി വർക്കിംഗ്. ഞാൻ ജോലി ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ ഭാവിച്ചു, ഐ പ്രിറ്റൻഡഡ് ടു ബി വർക്കിംഗ്. അല്ലെങ്കിൽ ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ വാസ് വർക്കിംഗ്. ടു ബി വർക്കിങ്ങിന് പകരം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ദാറ്റ് ക്ലോസ് ആണ്. അതിൽ പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച്, കാരണം ഇവിടുത്തെ മെയിൻ ക്ലോസ് പ്രിറ്റൻഡഡ് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ നമുക്ക് അതിന് ശേഷം ഐ പ്രിറ്റൻഡഡ് ദാറ്റ് ഐ ആം വർക്കിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ പിന്നെ സബോർഡിനേറ്റ് ക്ലോസുകളിലും പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. അവൾ അവളുടെ പുതിയ ജോലി ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൾ ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഷീ സീംസ് ടു ബി എൻജോയിങ് ഹെർ ന്യൂ ജോബ്. ഷീ സീംസ് ടു ബി എൻജോയിങ് ഹെർ ന്യൂ ജോബ്. ഷീസ് എൻജോയിങ് ഹെർ ന്യൂ ജോബ് എന്ന് പറയുമ്പോൾ അവൾ അവളുടെ പുതിയ ജോലി ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആസ്വദിക്കുകയാണ്. അത് നമ്മൾ ഉറപ്പായിട്ടാണ് പറയുന്നത്. ഇനി അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഷീ ഈസ് എൻജോയിങ് എന്നതിന് പകരം നമ്മൾ ഷീ സീംസ് ടു ബി എൻജോയിങ് എന്ന് പറയും. ഷീ സീംസ് ടു ബി എൻജോയിങ് ഹെർ ന്യൂ ജോബ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് എൻജോയിങ് ഹെർ ജോബ്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് എൻജോയിങ് ഹെർ ജോബ്. ഷീ ഈസ് എൻജോയിങ് ഹെർ ന്യൂ ജോബ് എന്ന് പറയുമ്പോൾ അവൾ അവളുടെ പുതിയ ജോലി ആസ്വദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സീംസ് ടു ബി എൻജോയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് സീംസ് ഉപയോഗിച്ച സെന്റൻസ് തുടങ്ങുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് എൻജോയിങ് ഹെർ ന്യൂ ജോബ്. ആ പാർട്ടി ഒരു വിജയമാവണമെന്ന് ഞങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു. വി റിയലി വോണ്ട് ആ പാർട്ടി, ദാറ്റ് പാർട്ടി ടു ബി എ സക്സസ്. വിജയം ആവണമെന്ന്. വി റിയലി വാണ്ട് ദാറ്റ് പാർട്ടി ടു ബി എ സക്സസ്, അല്ലെങ്കിൽ വി റിയലി വാണ്ട് ദ പാർട്ടി ടു ബി എ സക്സസ്. ടു ബി എ സക്സസ് എന്ന് പറയുമ്പോൾ ഒരു വിജയം ആവണമെന്ന്. പൊതുവായുള്ള നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് ലവ്, ഹേറ്റ്, ലൈക്ക്, പ്രിഫർ ഈ വേർബ്സിന് ശേഷം ടു ബിയും ഉപയോഗിക്കാം, ബീയിങ് ഉപയോഗിക്കാം. മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഇല്ല. എനിക്ക് തനിച്ചാവുന്നത് ഇഷ്ടമല്ല. ഇത് നിലവിലുള്ള ഒരു സാഹചര്യം അങ്ങനെയൊന്നുമില്ല. പൊതുവെ എനിക്കത് ഇഷ്ടമല്ല. തനിച്ചാവുന്നത് ഇഷ്ടമല്ല. നമുക്കിത് ബീയിങ് ഉപയോഗിച്ചും പറയാം, ടു ബി ഉപയോഗിച്ചും പറയാം. ഐ ഹേറ്റ് ടു ബി അലോൺ, അല്ലെങ്കിൽ ഐ ഹേറ്റ് ബീയിങ് അലോൺ. ഐ ഹേറ്റ് ടു ബി അലോൺ, ഐ ഹേറ്റ് ബീയിങ് അലോൺ. എനിക്ക് തനിച്ചാവുന്നത് ഇഷ്ടമല്ല. ഈ ഒരു മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്കിവിടെ ബീയിങ് ഉപയോഗിക്കാം, ടു ബി ഉപയോഗിക്കാം. പക്ഷേ ഐ ഹേറ്റ് എന്നതിന് പകരം ഐ വുഡ് ഹേറ്റ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ടു ബി തന്നെ വേണം ഉപയോഗിക്കാൻ. വുഡ് ലൈക്ക്, വുഡ് പ്രിഫർ, വുഡ് ഹേറ്റ് ഇതിനെല്ലാം ശേഷം നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കില്ല. ടു ബി തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ വുഡ് ഹേറ്റ് ടു ബി അലോൺ, എനിക്ക് തനിച്ചാവുന്നത് ഇഷ്ടമാവില്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് കെപ്റ്റ് വെയിറ്റിംഗ്, എന്നെ ആരെങ്കിലും വെയിറ്റ് ചെയ്യിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നമുക്ക് ബീയിങ് ഉപയോഗിക്കാം, ടു ബിയും ഉപയോഗിക്കാം.
ഐ ഡോണ്ട് ലൈക്ക് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ്. ഇതെല്ലാം നമ്മുടെ ജനറലായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമാണ്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ലവ്, ലൈക്ക്, ഹേറ്റ് ഈ വെർബ്സിനെല്ലാം ശേഷം നമുക്ക് ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം, ing ഫോമും യൂസ് ചെയ്യാം. മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ല. ഐ വുഡിൻ ലൈക്ക് ടു ബി ക്രിട്ടിസൈസ്ഡ്. വുഡ് ലൈക്കിന് ശേഷം നമുക്ക് ബീയിങ് ഉപയോഗിക്കാൻ സാധിക്കില്ല. എനിക്ക് വിമർശിക്കപ്പെടുന്നത് ഇഷ്ടമാവില്ല. ഐ വുഡിൻ ലൈക്ക് ടു ബി ക്രിട്ടിസൈസ്ഡ്. എനിക്ക് വിമർശിക്കപ്പെടുന്നത് ഇഷ്ടമല്ല എന്ന് പറയാം. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ക്രിട്ടിസൈസ്ഡ് എന്നും പറയാം. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് ക്രിട്ടിസൈസ്ഡ് എന്നും പറയാം. പക്ഷേ ഐ വുഡിൻ ലൈക്ക് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിനുശേഷം ടു ബി തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ വുഡിൻ ലൈക്ക് ടു ബി ക്രിട്ടിസൈസ്ഡ്. എനിക്ക് വിമർശിക്കപ്പെടുന്നത് ഇഷ്ടമാവില്ല. ഐ വുഡ് ഹേറ്റ് ടു ബി കെപ്റ്റ് വെയിറ്റിംഗ്. എന്നെ ആരെങ്കിലും വെയിറ്റ് ചെയ്യിക്കുന്നത് എനിക്ക് ഇഷ്ടമാവില്ല. വുഡ് ഹേറ്റിന് ശേഷം, വുഡ് ലൈക്കിന് ശേഷം, വുഡ് പ്രിഫറിന് ശേഷം എല്ലാം ടു ബി തന്നെ ഉപയോഗിക്കുക. ബീയിങ് അവിടെ ഉപയോഗിക്കരുത്. എനിക്ക് തനിച്ചാവുന്നതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. പാസ്റ്റ് പ്രസന്റ് ഒന്നും ഇവിടെ പ്രസക്തമല്ല. എനിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് വിഷമമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയാൻ നമുക്ക് ഐ ഡോണ്ട് മൈൻഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. എൻജോയ് എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മൈൻഡ് എന്ന വെർബിന് ശേഷവും എല്ലായ്പ്പോഴും ing ഫോം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് അലോൺ. അത് പ്രസന്റും ഫ്യൂച്ചറും എല്ലാമാണ്. ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് അലോൺ. തനിച്ചാവുന്നതിൽ എനിക്ക് ഒരു പരാതിയുമില്ല, ഒരു വിഷമവുമില്ല. ഇത് പാസ്റ്റിനെ കുറിച്ച്, ഇത് നിലവിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചില വേർബ്സിന് ശേഷം നമുക്ക് ing ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ ഡോണ്ട് മൈൻഡ് ടു ബി അലോൺ എന്ന് പറയരുത്. ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് അലോൺ. മോഡൽ വേർബ്സിന് ഒരിക്കലും തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. മോഡൽ വേർബ്സ് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. പ്രൈമറി ഓക്സിലറീസിൽ നിന്ന് മോഡൽ വെർബ്സിനുള്ള ഡിഫറൻസ് അതാണ്. പ്രൈമറി ഓക്സിലറീസിന് ഒരു സെന്റൻസിൽ മെയിൻ വെർബ് ആവാൻ സാധിക്കും. ഈസ്, ആം, ആർ അതെല്ലാം തനിച്ച് നിൽക്കും. പക്ഷെ വിൽ, ക്യാൻ, വുഡ്, ഷുഡ് ഇതിനൊന്നും തനിച്ച് നിൽക്കാൻ സാധിക്കില്ല. ഷോർട്ട് ആൻസേഴ്സിൽ പറ്റും, സാധാരണ ഒരു സെന്റൻസിൽ സാധിക്കില്ല. എപ്പോഴും മോഡൽ വെർബ്സിന് ശേഷം നമ്മൾ മറ്റൊരു വെർബിന്റെ ഫസ്റ്റ് ഫോം അത് യൂസ് ചെയ്യും. ഷി വിൽ കം, ഐ വിൽ ഗോ, ഇറ്റ് മേ റെയിൻ അങ്ങനെയെല്ലാമാണ് നമ്മൾ പറയുന്നത്. മോഡൽ വേർബ്സിന് ശേഷം നമുക്ക് വേർബ്സ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. മോഡൽ വേർബ്സിന് ശേഷം നമുക്ക് അജക്റ്റീവ്സ് യൂസ് ചെയ്യാം. വെർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല. നമുക്ക് ing ഫോമും യൂസ് ചെയ്യാം. ഒരു മോഡൽ വെർബിന് ശേഷം ഒരു അജക്റ്റീവ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ing ഫോം വരുമ്പോൾ അതിനിടയിൽ എപ്പോഴും ബി ഉണ്ടായിരിക്കണം. ഞാൻ വൈകും. ഐ വിൽ ലേറ്റ് അല്ല, ഐ വിൽ ബി ലേറ്റ്. ലേറ്റ് അജക്റ്റീവ് ആണ്. നമുക്ക് ഒരു മോഡൽ വെർബിന് ശേഷം അജക്റ്റീവ്സിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഒരു മോഡൽ വെർബിന് ശേഷം ഒരു ing ഫോം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അജക്റ്റീവ് വരുന്ന സമയത്ത് അതിനിടയിൽ ബി നമ്മൾ ഉപയോഗിക്കണം. ഐ വിൽ ബി ലേറ്റ്. ഐ വിൽ കം, കം വെർബാണ്, നമുക്ക് അതിനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ വരും, ഐ വിൽ കം. ഹി മേ കം, അവൻ വന്നേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്തേക്കാം. റെയിൻ ഇംഗ്ലീഷിലെ നൗണും ആണ് വെർബും ആണ്. ഇവിടെ അത് വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോഡൽ വെർബിന് ശേഷം നമുക്ക് വെർബ്സ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു മോഡൽ വെർബിന് ശേഷം വരുന്ന ഒരു അജക്റ്റീവോ ഒരു ing ഫോമോ ആണെങ്കിൽ അതിനിടയിൽ ബി ഉണ്ടാവണം. നീ 5 മിനിറ്റിൽ റെഡി ആവണം. യു ഷുഡ് ബി റെഡി ഇൻ 5 മിനിറ്റ്സ്. യു ഷുഡ് ബി റെഡി ഇൻ 5 മിനിറ്റ്സ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മോഡൽ വെർബിന് ശേഷം നമ്മൾ ബി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ടു ബി ഉപയോഗിക്കില്ല. ഓട്ടിന് ശേഷം നമ്മൾ ടു ബി ആണ് ഉപയോഗിക്കുക. മറ്റു മോഡൽ വേർബ്സിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ബി ആണ്. നീഡിന് ശേഷം നമുക്ക് ബിയും ഉപയോഗിക്കാം, ടു ബിയും ഉപയോഗിക്കാം. യു ഷുഡ് ബി റെഡി ഇൻ 5 മിനിറ്റ്സ്. നീ 5 മിനിറ്റിൽ റെഡി ആവണം. യു ഷുഡ് ടു ബി അല്ല, യു ഷുഡ് റെഡിയുമല്ല, യു ഷുഡ് ബി റെഡി. അവൻ തിരക്കിലായിരിക്കാം. ഹി മേ ബി ബിസി. അവൻ തിരക്കിൽ ആയിരിക്കണം. ഹി മസ്റ്റ് ബി ബിസി. രണ്ടും തമ്മിൽ മീനിങ്ങിലുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഹി മേ ബി ബിസി എന്ന് പറയുമ്പോൾ തിരക്കിൽ ആയിരിക്കാം എന്നാണ്. ഹി മസ്റ്റ് ബി ബിസി എന്ന് പറയുമ്പോൾ ആയിരിക്കണം എന്നാണ്. ഹി മസ്റ്റ് ബി ബിസി എന്ന് പറയുമ്പോൾ അവൻ തിരക്കിലായിരിക്കണം എന്ന് നമുക്ക് ഒരു നിർബന്ധം ഉണ്ട് എന്ന അർത്ഥം അതിനില്ല. നമ്മളത് ഊഹിച്ചാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. ഹി മസ്റ്റ് ബി ബിസി ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ്. നീ ശ്രദ്ധാലു ആവേണ്ടതാണ്, ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ്. യു ഓട്ട് ടു ബി കെയർഫുൾ. യു ഹാവ് ടു ബി കെയർഫുൾ എന്നും പറയാം. മോഡൽ വേർബ്സിന് ശേഷം പൊതുവെ നമ്മൾ ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. അതായത് നമ്മൾ ടു ബി എന്ന് പറയില്ല, ബി എന്നേ പറയാറുള്ളൂ. പക്ഷെ ഓട്ട് ഒരു എക്സെപ്ഷൻ ആണ്. അതിനുശേഷം ടു ബി തന്നെ വേണം ഉപയോഗിക്കാൻ. യു ഓട്ട് ടു ബി കെയർഫുൾ. നീ വെള്ളിയാഴ്ചയോടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ടു ഇൻഫിനിറ്റീവ്സിന്റെ പാസീവ് ഫോം ടു ബി പ്ലസ് V3 ആണ്. ബീയിങ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും പാസീവ് ഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ടു ബിക്ക് അങ്ങനെ ഒരു യൂസ് ഇല്ല. പക്ഷെ ടു ഇൻഫിനിറ്റീവ്സിന്റെ പാസീവ് ഫോം നിർമ്മിക്കുന്നത് ടു ബി ഉപയോഗിച്ച് തന്നെയാണ്. നീ വെള്ളിയാഴ്ചയോടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. യു ഹാവ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ. വെള്ളിയാഴ്ചയോടെ എന്ന് പറയുമ്പോൾ ബൈ ഫ്രൈഡേ, അതിനർത്ഥം വെള്ളിയാഴ്ച അല്ലെങ്കിൽ അതിനു മുമ്പ് എന്നാണ്. യു ഹാവ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണമെന്ന് കരുതാം. ഒരു സെന്റൻസിനകത്ത് ഒരു ടു ഇൻഫിനിറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ടു ഇൻഫിനിറ്റീവിനെ മാത്രം പാസീവ് വോയിസിലേക്ക് മാറ്റിയാൽ മതി. ദ റിപ്പോർട്ട് ഹാസ് ടു ബി സബ്മിറ്റഡ് ബൈ ഫ്രൈഡേ.
ദ റിപ്പോർട്ട് ഹാസ് ടു ബി സബ്മിറ്റഡ് ബൈ ഫ്രൈഡേ. ടു സബ്മിറ്റ് എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ടു ബി സബ്മിറ്റഡ്. ടു ബി പ്ലസ് V3 പാസീവ് വർക്ക് ഫോം ആണ്. ടു ബി പ്ലസ് ING നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസസ് പോലെ തന്നെയാണ്. പക്ഷേ ടു ബി പ്ലസ് V3 എപ്പോഴും പാസീവ് ഫോം ആണ്. നീ ആ കാർപ്പറ്റ്സ് വൃത്തിയാക്കേണ്ടതാണ്. യു ഹാവ് ടു ക്ലീൻ ദോസ് കാർപ്പറ്റ്സ്. ടു ക്ലീൻ എന്ന് പറയുമ്പോൾ വൃത്തിയാക്കാൻ, ടു ബി ക്ലീൻഡ് എന്ന് പറയുമ്പോൾ വൃത്തിയാക്കപ്പെടാൻ. ദോസ് കാർപ്പറ്റ്സ് ഹാവ് ടു ബി ക്ലീൻഡ്. ടു ക്ലീനിൻ്റെ പാസീവ് ഫോം ആണ് ടു ബി ക്ലീൻഡ്. ദോസ് കാർപ്പറ്റ്സ് ഹാവ് ടു ബി ക്ലീൻഡ്. ജോലി സമയത്ത് പൂർത്തിയാക്കുക എന്ന് ഞങ്ങളെ സംബന്ധിച്ച് അസാധ്യമാണ്. അത് സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് അസാധ്യമാണ്. ഞങ്ങൾക്ക്, ഞങ്ങളെ സംബന്ധിച്ച്. ഫോർ അസ്. ജോലി പൂർത്തിയാക്കുക. ടു ഫിനിഷ് ദ ജോബ്. സമയത്ത്, ഇൻ ടൈം. ഇൻ ടൈം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിന് മുമ്പ്. ഓൺ ടൈം എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ us ടു ഫിനിഷ് ദ ജോബ് ഇൻ ടൈം. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ us. ഫോർ us എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക്. ടു ഫിനിഷ് ദ ജോബ് ഇൻ ടൈം. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ടു ഫിനിഷിൻ്റെ പാസീവ് ഫോമായ ടു ബി ഫിനിഷ്ഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സമയത്ത് ജോലി പൂർത്തിയാക്കപ്പെടുക എന്നത് അസാധ്യമാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദ ജോബ് ടു ബി ഫിനിഷ്ഡ് ഇൻ ടൈം. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് അസാധ്യമാണ്. ഫോർ ദ ജോബ്, ജോലിക്ക്. ടു ബി ഫിനിഷ്ഡ്, ജോലി പൂർത്തിയാക്കപ്പെടുക എന്നത്, സമയത്ത് പൂർത്തിയാക്കപ്പെടുക എന്നത് അസാധ്യമാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദ ജോബ് ടു ബി ഫിനിഷ്ഡ് ഇൻ ടൈം. രണ്ട് സ്ട്രക്ചറും ഒന്ന് പഠിക്കാം. ജോലി ചെയ്യുന്ന സമയത്ത് അവളെ ആരും ശല്യം ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഇഷ്ടമല്ല. ഷീ ഡസൻ ലൈക്ക്. ആളുകൾ അവളെ ശല്യം ചെയ്യുന്നു. ഷീ ഡസൻ ലൈക്ക് പീപ്പിൾ ടു ഡിസ്റ്റർബ് ഹർ വൈൽ ഷീ ഈസ് വർക്കിംഗ്. ഷീ ഡസൻ ലൈക്ക് പീപ്പിൾ ടു ഡിസ്റ്റർബ് ഹർ വൈൽ ഷീ ഈസ് വർക്കിംഗ്. ജോലി ചെയ്യുന്ന സമയത്ത്. ടു ഡിസ്റ്റർബ്, ശല്യം ചെയ്യുക. ടു ബി ഡിസ്റ്റർബ്ഡ്, ശല്യം ചെയ്യപ്പെടുക. ഷീ ഡസൻ ലൈക്ക് ടു ബി ഡിസ്റ്റർബ്ഡ് വൈൽ വർക്കിംഗ്. ഷീ ഡസൻ ലൈക്ക് ടു ബി ഡിസ്റ്റർബ്ഡ് വൈൽ വർക്കിംഗ് അല്ലെങ്കിൽ വൈൽ ഷീ ഈസ് വർക്കിംഗ്. വൈൽ ഷീ ഈസ് വർക്കിങ്ങിന് പകരം നമുക്ക് വൈൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഷീ ഡസൻ ലൈക്ക് ടു ബി ഡിസ്റ്റർബ്ഡ് വൈൽ ഷീ ഈസ് വർക്കിംഗ്. അവൾ ജോലി ചെയ്യുന്ന സമയത്ത് അവൾ ശല്യം ചെയ്യപ്പെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ടു ബി ഡിസ്റ്റർബ്ഡ്, ശല്യം ചെയ്യപ്പെടുക. അവരുടെ കൂട്ടത്തിൽ കാണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ടു സീ, കാണുക. ടു ബി സീൻ, കാണപ്പെടുക. ഐ ഡോണ്ട് വാണ്ട് ടു ബി സീൻ ഇൻ ദെയർ കമ്പനി. ഐ ഡോണ്ട് വാണ്ട് ടു ബി സീൻ ഇൻ ദെയർ കമ്പനി. ടു സീ എന്ന് പറയുമ്പോൾ കാണുക. ടു ബി സീൻ അതിൻ്റെ പാസീവ് ഫോം ആണ്, കാണപ്പെടുക. അവരുടെ കൂട്ടത്തിൽ, അവരുടെ കൂടെ ആളുകൾ എന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു സീ മീ ഇൻ ദെയർ കമ്പനി. അത് തന്നെയാണ് നമ്മൾ ഇങ്ങനെയും പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ബി സീൻ ഇൻ ദെയർ കമ്പനി. റോഡ് അപകടത്തിൽ കൊല്ലപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. യു ഹാവ് ടു ഡ്രൈവ് കെയർഫുള്ളി. നീ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. അല്ലെങ്കിൽ യു മസ്റ്റ് ഡ്രൈവ് കെയർഫുള്ളി. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി കിൽഡ് ഇൻ എൻ ആക്സിഡന്റ്. ടു കിൽ, കൊല്ലുക. ടു ബി കിൽഡ്, കൊല്ലപ്പെടുക. ഡ്രൈവ് കെയർഫുള്ളി ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി കിൽഡ് ഇൻ എൻ ആക്സിഡന്റ്. ടു കിൽ എന്ന് പറയുമ്പോൾ കൊല്ലുക, കൊല്ലാൻ. ടു ബി കിൽഡ് എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടാൻ. ടു ബി പ്ലസ് V3 എപ്പോഴും പാസീവ് ഫോം ആണ്. അവൾക്ക് വിമർശിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. ഷീ ഡസൻ ലൈക്ക് ടു ബി ക്രിട്ടിസൈസ്ഡ്. ഷീ ഡസൻ ലൈക്ക് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. ഷീ ഹേറ്റ്സ് ടു ബി ക്രിട്ടിസൈസ്ഡ്. ഷീ ഹേറ്റ്സ് ബീയിങ് ക്രിട്ടിസൈസ്ഡ്. നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ടു ബി നമുക്ക് റിലേറ്റീവ് ക്ലോസസിന് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പോസ്റ്റ് ചെയ്യപ്പെടേണ്ട കത്തുകൾ മേശയ്ക്ക് മുകളിലുണ്ട്. പോസ്റ്റ് ചെയ്യപ്പെടേണ്ട കത്തുകൾ. ദ ലെറ്റേഴ്സ് ദാറ്റ് ആർ ടു ബി പോസ്റ്റഡ്. അത് മേശയ്ക്ക് മുകളിലുണ്ട്. ആർ ഓൺ ദ ടേബിൾ. നമുക്കിത് ഇങ്ങനെയും പറയാം. The letters that are to be posted എന്നതിന് പകരം നമുക്ക് the letters to be posted എന്ന് പറയാം. The letters to be posted are on the table. മേശയ്ക്ക് മുകളിലുണ്ട്. The letters to be posted എന്ന് പറയുമ്പോൾ the letters that are to be posted എന്നാണ്. പോസ്റ്റ് ചെയ്യപ്പെടേണ്ട കത്തുകൾ. That are to be posted എന്ന റിലേറ്റീവ് ക്ലോസിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ to be posted എന്ന ഈ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുന്നത്. ഉച്ചയോടെ ക്ലീനിങ് പൂർത്തിയാക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദ ക്ലീനിങ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ടു ബി ഫിനിഷ്ഡ് ബൈ മിഡ് ഡേ. ഉച്ചയോടെ ക്ലീനിങ് പൂർത്തിയാക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എക്സ്പെക്റ്റഡ് ടു ബി ഫിനിഷ്ഡ്. വൃത്തിയാക്കപ്പെടേണ്ട കാർപ്പറ്റ്സ് ഗരാജിലുണ്ട്. ദ കാർപ്പറ്റ്സ് ടു ബി ക്ലീൻഡ്. ദ കാർപ്പറ്റ്സ് ദാറ്റ് ആർ ടു ബി ക്ലീൻഡ് എന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ദ കാർപ്പറ്റ്സ് ടു ബി ക്ലീൻഡ് എന്ന് പറയുന്നത്. ദ കാർപ്പറ്റ്സ് ടു ബി ക്ലീൻഡ് ആർ ഇൻ ദ ഗരാജ്. The carpets to be cleaned are in the garage. അത് ഗരാജിലുണ്ട്. അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. She doesn't seem to be happy. സീമിന് ശേഷം നമുക്ക് to be ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. She doesn't seem happy എന്ന് പറഞ്ഞാലും മതി. seem, look, sound ഈ verbsന് ശേഷം നമുക്ക് adjectives ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. She doesn't look happy എന്ന് പറയാം. She doesn't sound happy എന്ന് പറയാം.
ഒരാളെ അവരുടെ സ്വരത്തിൽ നിന്ന് അവർ ഹാപ്പി ആണോ ഹാപ്പി അല്ലയോ എന്ന് നമ്മൾ ഊഹിച്ച് പറയുമ്പോഴാണ് ഷീ ഡസൻ സൗണ്ട് ഹാപ്പി എന്ന് പറയുന്നത്. അവരുടെ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ തോന്നുന്നില്ല എന്ന് പറയാനാണ് ലുക്ക് ഉപയോഗിക്കുന്നത്. ഷീ ഡസൻ ലുക്ക് ഹാപ്പി, കാണുമ്പോൾ അവൾ ഹാപ്പി ആണെന്ന് തോന്നുന്നില്ല. ഷീ ഡസൻ സീം ടു ബി ഹാപ്പി എന്ന് നമ്മൾ ജനറലി പറയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നില്ല, അത് കാഴ്ചയിൽ നിന്നോ അവരുടെ സ്വരം കേട്ടതിൽ നിന്നോ ഒക്കെ ആവാം. ഷീ ഡസൻ സീം ടു ബി ഹാപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഡസൻ സീം ഹാപ്പി എന്ന് പറഞ്ഞാലും മതി. സീമിന് ശേഷം ടു ബി നിർബന്ധമില്ല. എനിക്ക് ബോറടിക്കുന്നു, ഐ എം ബോർഡ്. ചെയ്യാൻ ഒന്നുമില്ല, ഒരു കാര്യവും ചെയ്യാനില്ല, അതുകൊണ്ടാണ് എനിക്ക് ബോറടിക്കുന്നത്. ദർ ഈസ് നത്തിങ് ടു ഡു. ഐ ആം ബോർഡ്, ദർ ഈസ് നത്തിങ് ടു ഡു. ചെയ്യാൻ ഒന്നുമില്ല, ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. ദർ ഈസ് നത്തിങ് ടു ഡു എന്ന് പറയുന്നതിനും ദർ ഈസ് നത്തിങ് ടു ബി ഡൺ എന്ന് പറയുന്നതിനും തമ്മിൽ മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മളെല്ലാം ട്രൈ ചെയ്തു, ഇനി ഒന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ദർ ഈസ് നത്തിങ് ടു ബി ഡൺ എന്ന് പറയുന്നത്. ദർ ഈസ് നത്തിങ് ടു ബി ഡൺ. ഐ വിൽ ഹാവ് ടു ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. എൻ്റെ കമ്പ്യൂട്ടർ നേരെയാക്കാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ നോക്കി, പക്ഷെ അതിന് നേരെയാക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പുതുതൊരെണ്ണം വാങ്ങിക്കേണ്ടി വരും. ദർ ഈസ് നത്തിങ് ടു ഡു എന്നല്ല ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ പറയാം. ദർ ഈസ് നത്തിങ് ടു ബി ഡൺ. ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഐ വിൽ ഹാവ് ടു ബൈ എ ന്യൂ കമ്പ്യൂട്ടർ. എനിക്ക് പുതിയതൊരെണ്ണം വാങ്ങിക്കേണ്ടി വരും. ഈ മീനിങ്ങുള്ള ഡിഫറൻസ് ശ്രദ്ധിക്കുക. നത്തിങ് ടു ഡു എന്ന് പറയുമ്പോൾ ചെയ്യാനൊന്നുമില്ല എന്നാണ്. നത്തിങ് ടു ബി ഡൺ എന്ന് പറയുമ്പോൾ ഇനി ചെയ്യപ്പെടാനായി ഒന്നുമില്ല എന്നാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ ഹോംവർക്ക്. കഴിഞ്ഞ ക്ലാസ്സും കൂടി കണ്ടിട്ടുള്ളവർക്ക് ഇത് ചെയ്യാനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. പല സാഹചര്യങ്ങളിൽ നമുക്ക് ബീയിങ് ഉപയോഗിക്കാം, ടു ബി ഉപയോഗിക്കാം. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ചില വേർബ്സിന് ശേഷം ബീയിങ് തന്നെ ഉപയോഗിക്കണം, ചിലതിന് ശേഷം ടു ബി വേണം ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ടു ബി ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ബീയിങ് ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോയും കാണുക, എങ്കിലേ ഇത് മുഴുവനായും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.